നമുക്കൊപ്പം ഇപ്പോൾ ഗൾഫിൽ കുടുങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ബിജു നാരായണൻ ചേരുന്നുണ്ട്. ഷാർജയിലാണ് ഇപ്പോൾ ബിജു ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് കുടുങ്ങിയതെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നുമുള്ള ചില ഫ്ലൈറ്റുകൾ ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമസ്കാരം ബിജു, ഗുഡ് മോർണിംഗ്. ആശങ്ക വേണ്ട, ടെൻഷൻ ഒന്നും വേണ്ട, അവർ സമാധാനത്തോടുകൂടി നിൽക്കൂ. ഇപ്പോൾ വരുന്ന അറിയിപ്പ് പ്രകാരം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് UAE-യിലേക്ക് അറ്റാക്കുകളൊന്നും തന്നെ ഇല്ല. ചില ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് ബിജു? എങ്ങനെയാണ് കുടുങ്ങിയത്? വിമാനത്തിൽ കയറിയതിന് ശേഷമാണോ അറിയിപ്പ് കിട്ടിയത്? ഗുഡ് മോർണിംഗ് അരുൺ. അതെ, ഇന്നലെ ഞാൻ 1:45 ഫ്ലൈറ്റിന് കൊച്ചിക്ക് വരേണ്ടതായിരുന്നു. ഫ്ലൈറ്റ് കയറിയ ശേഷം ആണ് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ പൈലറ്റ് പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാനൊക്കെ അറിയുന്നത്. അപ്പോൾ തന്നെ അടുത്തുള്ള പാസഞ്ചേഴ്സൊക്കെ മൊബൈലിൽ ഇങ്ങനെ വാച്ച് ചെയ്യണ്ടായിരുന്നു. അതിപ്പോൾ ഞാനും നോക്കാൻ തുടങ്ങി. അപ്പോഴും നമുക്ക് ഇത്രയും ഗുരുതരമാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ അവിടെ ഇരുത്തിയിട്ട് നമ്മളെല്ലാവരെയും എയർപോർട്ടിലോട്ട് ഇറക്കി. ഭയങ്കര തിരക്കായിരുന്നു. കാരണം പല എയർലൈൻ്റെയും ആളുകൾ ഇങ്ങനെ പാസഞ്ചേഴ്സ് ഉണ്ടല്ലോ എയർപോർട്ടിൽ. അത് കഴിഞ്ഞ് ഇമിഗ്രേഷനൊക്കെ അവർ എല്ലാം സ്മൂത്താക്കിയാണ് വിട്ടത്. അതിനുശേഷം പിന്നെ ഞാൻ തിരിച്ച് ദുബായിലായിരുന്നു ഇത്ര ദിവസം. ഇപ്പോൾ ഷാർജയ്ക്ക് വന്നു. ഇപ്പോൾ എന്താ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്? ഷാർജയിൽ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്നലെ ഞാൻ എയർലൈൻ്റെ അവരായിട്ട് സംസാരിച്ചു. എയർപോർട്ടിൽ വെച്ച് തന്നെ സംസാരിച്ചു. ഇപ്പോൾ അവർ പറഞ്ഞു ഇന്ന് എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ പുതിയ അറിയിപ്പൊന്നും ഇതുവരെ എത്തിയിട്ടില്ല, കിട്ടിയിട്ടില്ല. എമിറേറ്റ്സ് കാരണം ആയിരുന്നോ, എയർ ഇന്ത്യ ആയിരുന്നോ? എയർ ഇന്ത്യ ആയിരുന്നു. ദുബായ് കൊച്ചി എയർ ഇന്ത്യ. ഇന്ന് പക്ഷേ സർവീസ് നിലവിൽ കാണാനുള്ള സാധ്യത ഇല്ലെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇല്ല, ഇന്ന് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ മെസ്സേജ് വരും. മെസ്സേജ് വന്നിട്ട് അത് മോഡിഫൈ ചെയ്യാനാണ് പറയുന്നത്. ജസ്റ്റ് നിലവിലുള്ള ബുക്കിംഗ് മോഡിഫൈ ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ബിജു, അത് അവിടെ ബന്ധു എല്ലാ വീട്ടിലാണോ അതോ എയർലൈൻകാരും. ഹോട്ടലിലാണോ? ഞാൻ ഹോട്ടലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഓക്കെ, അവിടെ സുരക്ഷിതമാണല്ലോ, അവിടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇതുവരെ കുഴപ്പമില്ല. ഇന്നലെ ദുബായിലൊക്കെ ഉള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര അലർട്ട് മെസ്സേജുകളായിരുന്നു. ഇങ്ങനെ വീടിൻ്റെ സെൻട്രലിലോട്ട് വന്ന് ഇരിക്കുക, എല്ലാവരും സൈഡിൽ വിൻഡോൻ്റെ അവിടെ പോയി നിൽക്കാൻ പാടില്ല, അതെ. പിന്നെ അതേപോലെ ബാൽക്കണിയിൽ ഇറങ്ങാൻ പാടില്ല. അപ്പം ഇല്ല, അങ്ങനെ ഷാർജ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കാരണം ദുബായിൽ ഈ US-ന്റെ മിലിറ്ററി ബേസിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ മാത്രമേ അറ്റാക്ക് നടന്നിട്ടുള്ളൂ. ഷാർജയിലോ അതല്ലെങ്കിൽ ആ, മറ്റുള്ള സ്ഥലങ്ങളിലോ ഒന്നും അറ്റാക്കിനുള്ള സാധ്യത. അതുകൊണ്ടാണ് അബുദാബിയിലും ദുബായിലും മാത്രമാണ് അറ്റാക്കുകൾ നടന്നത്. ഇതിൽ സുരക്ഷിതമായിരിക്കും. എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റ് കിട്ടി നാട്ടിലോട്ട് വരൂ തിരിച്ച്. അതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു താങ്ക് യു. താങ്ക് യു.